സോ ഇന്ന് നമ്മൾ പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പീരിയോഡിക് ടേബിൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എസ് ബ്ലോക്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ വരുന്നത്. സോ ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ഇടത്തെ ഭാഗത്ത് സോ ഇതാണ് എന്ത് വരുന്നത്, ഇടത് വരുന്നത്. ഇതാണ് എന്ത് ഭാഗം, വലത് ഭാഗം അല്ലേ. സോ ഏറ്റവും ഇടത്, ടേബിളിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്ത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഏറ്റവും ഇടത് ഭാഗത്ത് ഈ രണ്ട് ബ്ലോക്കുകളും ഏറ്റവും ഇടത് ഭാഗത്ത് വരുന്ന മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ്? എസ് ബ്ലോക്കിലാണ്. അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം ടേബിളിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്തായിട്ടാണ് ഉള്ളത്. സോ ഇതിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണുള്ളതെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് 1ഉം അതേപോലെ തന്നെ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സും. ഗ്രൂപ്പ് 1 മൂലകങ്ങളും ഗ്രൂപ്പ് 2 മൂലകങ്ങളും എവിടെയാണുള്ളത്? എസ് ബ്ലോക്കിലാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോഹ സ്വഭാവം കൂടുതലായിരിക്കും. എന്താണ്? ലോഹ സ്വഭാവം കൂടുതലായിരിക്കും. കൂടുതലും ലോഹങ്ങളായിരിക്കും എവിടെ കാണുന്നത്? ഈ ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും, അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ കാണപ്പെടുന്നത് കൂടുതലും ലോഹ സ്വഭാവമുള്ളതാണ്. ഇനി അയോണീകരണ ഊർജം എന്തായിരിക്കും ഗ്രൂപ്പിൽ? കുറവായിരിക്കും. എന്താണ്? കുറവായിരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എന്ത് തന്നെയാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ച് വയ്ക്കുന്നത്? ലോഹ സ്വഭാവം ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും ലോഹ സ്വഭാവം കൂടുതലായിരിക്കും. അതേപോലെ അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും രണ്ടും എന്താണ്? കുറവായിരിക്കും. ഓക്കെ. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും നമുക്കിവിടെ എഴുതാം. ഓക്സൈഡുകളും അതേപോലെ തന്നെ ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമാണ് കാണിക്കുക. എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? ബേസിക് സ്വഭാവം കാണിക്കുന്നു. ഇതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും ചോദിച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ ബേസിക് സ്വഭാവമായിരിക്കും എസ് ബ്ലോക്ക് മൂലകത്തിൻ്റെ ഓക്സൈഡുകളും അതേപോലെ തന്നെ ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്നത്. ഓക്കെ. ഇവർ മെയിനായിട്ട് എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ്. എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ. ഇവരുടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് ആര്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ. സോ ഇവർ സാധാരണയായിട്ട് എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായിട്ട് നിർമ്മിക്കുന്ന സംയുക്തങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സംയുക്തമാണ്? അയോണിക സംയുക്തമാണ്. ഏത് സംയുക്തമാണ്? അയോണിക സംയുക്തമാണ് അവർ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. അയോണിക സംയുക്തങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് 2 ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 1ഉം തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് 2ഉം തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 1ഉം അതേപോലെ തന്നെ ഗ്രൂപ്പ് 2ഉം ഏതിൽ വരുന്നതാണ്? എസ് ബ്ലോക്കിൽ വരുന്നതാണ്. ഇവർ ഏതിൽ വരുന്നതാണ്? എസ് ബ്ലോക്കിൽ വരുന്നതാണ്. സോ ഗ്രൂപ്പ് 1ൻ്റെ പേരെന്താണ്? ആൽക്കലി ലോഹങ്ങളാണ്. ആൽക്കലി ലോഹങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് 2 പോയിന്റുകൾ പറയാൻ പറ്റും. ആൽക്കലി ലോഹങ്ങൾ. ഒന്നെന്താണ്? ലോഹ സ്വഭാവമാണ് ഇവർക്ക് എന്ത് കൂടുതൽ. രണ്ടാമത്തേത് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് സ്വഭാവമാണ്. സോ ഇവർക്ക് നമുക്ക് എന്ത് പറയാം? ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. സോ ഗ്രൂപ്പ് 1ൻ്റെ പേരെന്താണ്? ആൽക്കലി ലോഹങ്ങൾ. ഗ്രൂപ്പ് 2ൻ്റെ പേരെന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ, സോ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഹൈഡ്രജൻ എസ് ബ്ലോക്കാണ്, ലിഥിയം എസ് ബ്ലോക്കാണ്, ബെറീലിയം എസ് ആണ്, അതേപോലെ തന്നെ എന്താണ്
കാൽഷ്യം, പൊട്ടാസ്യം ഒക്കെ എന്താണ് എസ് ബ്ലോക്കിൽ വരുന്നതാണ് അല്ലേ. ഇവരൊക്കെ എന്തിൽ വരുന്നതാണ്? എസ് ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങളാണ്. സോ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിൽ നമുക്കറിയാം കെക്ക് എത്ര എണ്ണമുണ്ട് സബ്ഷെല്ല്? എസ് മാത്രമേ ഉള്ളൂ. എല്ലിനോ എസ് പി, എമ്മിന് എസ് പി ഡി, എന്നിന് എസ് പി ഡി എഫ് അല്ലേ. സോ ഈ ബാഹ്യ തമഷെല്ലിൽ എസ് സബ്ഷെല്ല് മാത്രമേ ഏതിൽ വരുന്നുള്ളൂ? ഏതിൽ വരുന്നുള്ളത്? ആദ്യത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പായിട്ടുള്ള ഈ എസ് ബ്ലോക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് എന്ത് വന്നിരിക്കുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 1s1 അല്ലേ. ലിഥിയം 3 അപ്പോൾ എന്താണ് 1s2 2s1 ഇങ്ങനെയല്ലേ എഴുതുക. ഇനി ബെർലിയം ആണെങ്കിൽ 4 1s2 2s2. ഇനി കാൽസ്യം ആണെങ്കിൽ 19 1s2 2s2 2p6 3s2 പിന്നെന്താണ് 3p6. ഇപ്പോൾ എത്ര എണ്ണമായി? 4 10 12 12ഉം 6ഉം 18 4s1 ഇങ്ങനെയാണ് കാൽസ്യത്തിൻ്റെ വരിക. പൊട്ടാസ്യത്തിൻ്റെ ആണെങ്കിൽ 20 1s2 2s2 2p6 3s2 3p6 4s2 എന്നാണ് വരിക. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ബാഹ്യതമ ഷെല്ലിൽ എസ് ഇലക്ട്രോൺ സബ്ഷെല്ലായിട്ട് വരുന്നത് ഏതന്നെയാണ്? എസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. സോ അതിൻ്റെ എണ്ണം തന്നെയാണ് അതിൻ്റെ എന്ത്? ഗ്രൂപ്പ് നമ്പർ. സോ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പിൻ്റെ എണ്ണം. നോക്കിക്കേ, ഗ്രൂപ്പിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ആണെങ്കിൽ ഇവിടെ എന്താണ് 1s1 ആണ്, അത് ഗ്രൂപ്പ് 1ൽ വരുന്നതാണ്. ലിഥിയം 1s2 2s1 ആണ്, അത് ഗ്രൂപ്പ് 1ൽ വരുന്നതാണ്. ബെറീലിയം ആണെങ്കിലോ 1s2 2s2 ആണ് വരുന്നത്. സോ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ബെറീലിയം വരുന്നത്. ഇനി കാൽസ്യം വരികയാണെങ്കിലോ ലാസ്റ്റ് വരുന്നത് ഏതാണ്? 4s1 ആണ്, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. എന്നാൽ പൊട്ടാസ്യം വരുന്നതോ 4s2 ആണ്, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഏതാണ്? 2 ആണ്. സോ ഇവിടെ പറയുന്ന പോയിന്റ് എത്രയേ ഉള്ളൂ? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും എന്ത്? ഗ്രൂപ്പിൻ്റെ നമ്പർ. എണ്ണമായിരിക്കും എന്ത്? ഗ്രൂപ്പിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ്റെ ഏറ്റവും ലാസ്റ്റിൽ എത്രയാണുള്ളത്? 1 ഇലക്ട്രോൺ ആണ്. അതിൻ്റെ വാലൻസി അല്ലെ സംയോജകത എന്ന് പറയുന്നത് 1 ആണ്. ലിഥിയത്തിൻ്റെത് എത്രയാണ്? 2s1 ആണ്, അതും എത്രയാണ്? 1 ആണ്. ഇനി കാൽഷ്യത്തിൻ്റേത് 4s1 ആണ്, അതും എത്ര തന്നെയാണ്? 1 ആണ്. ഓക്കെ, സോ ഇവിടെ ഗ്രൂപ്പ് 1ലെ ആൾക്കാരാണ് ഇവരൊക്കെ. ഗ്രൂപ്പ് 1ലെ ആൾക്കാരാണ് ആര്? ഈ ഹൈഡ്രജൻ, ലിഥിയം, കാൽസ്യം ഒക്കെ. ഇവരുടെ സംയോജകത എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സംയോജകത എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ ഇവർ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ അയോണിക എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? അയോണിക സംയുക്തങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത് അല്ലേ. സോ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. വിട്ടുകൊടുത്ത് അവരെന്ത് ചെയ്യാണ്? സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത കൈവരിക്കുകയാണ് ചെയ്യുക. സോ വിട്ടുകൊടുക്കുന്നത് എത്ര എണ്ണമായിരിക്കും? സംയോജകത 1 ആണ്. സോ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺ എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്നാൽ ഗ്രൂപ്പ് 2ൻ്റെ നോക്കിയേ, 1s2 2s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പ് 2 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലല്ലേ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. സോ അതിൻ്റെ സംയോജകത എത്രയായിരിക്കും? സംയോജകത 2 ആയിരിക്കും. സോ അവർക്ക് സ്ഥിരത കൈവരിക്കണമെങ്കിൽ ഈ 2 ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി അല്ലേ. അതായത് 6 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനെക്കാട്ടും ഭേദം, 6 ഇലക്ട്രോണിനെ സ്വീകരിച്ച് 8 ആവുന്നതിനേക്കാളും ഭേദം 2 ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് അവരുടെ ഷെല്ലുകളെ സ്ഥിരത എന്ത് ചെയ്യാണ്? സ്ഥിരത കൈവരിക്കുന്നതാണ് നല്ലത്. സോ ഇതും എത്ര എണ്ണമാണ് വിട്ടുകൊടുക്കുന്നത്? ഇത് എത്ര എണ്ണം വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. മറന്നു പോകരുത്. സോ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 1 ആയിരിക്കും, 2ൻ്റേത് എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ ഇവർ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓക്സീകരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാം. എന്താണ്? ഓക്സീകരണമാണ് നടക്കുന്നത്. ഇവിടെയും എന്തുതന്നെയാണ്? ഓക്സീകരണമാണ് നടക്കുന്നത്. സോ ഈ ഓക്സീകരണാവസ്ഥ എത്രയാണ്? ഇവിടെ 2, ഇവിടെ എത്രയായിരിക്കും? 1 ആയിരിക്കും.
ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ.